മരണമേ നിന്റെ ജയമെവിടെ, അരികിലാണെന്റെ വിജയദിനം. അടികളേറ്റെന്റെ പരമന്മാരിൽ മറയും ഞാനിനി അനുദിനവും. മരണമേ നിന്റെ ജയമെവിടെ, അരികിലാണെന്റെ വിജയദിനം. അടികളേറ്റെന്റെ പരമന്മാരിൽ മറയും ഞാനിനി അനുദിനവും. ആനന്ദമേ നിത്യാനന്ദമേ, സിയോനിൽ ചേരുന്നതാനന്ദമേ. അവ ചേർന്നിടുന്നു, ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതും വിശുദ്ധരൊപ്പം. അവ ചേർന്നിടുന്നു, ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതും വിശുദ്ധരൊപ്പം. ജഡമയമായ മധ്യഗ്രഹം തകരുന്നതേറ്റവും ലാഭം തന്നെ. കൈപ്പണിയല്ലാത്ത നിത്യഗ്രഹം അതിനൊരുക്കിയിട്ടുണ്ട് എനിക്കു വേണ്ടി. ജഡമയമായ മധ്യഗ്രഹം തകരുന്നതേറ്റവും ലാഭം തന്നെ. കൈപ്പണിയല്ലാത്ത നിത്യഗ്രഹം അതിനൊരുക്കിയിട്ടുണ്ട് എനിക്കു വേണ്ടി. ആനന്ദമേ നിത്യാനന്ദമേ, സിയോനിൽ ചേരുന്നതാനന്ദമേ. അവ ചേർന്നിടുന്നു, ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതും വിശുദ്ധരൊപ്പം. അവ ചേർന്നിടുന്നു, ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതും വിശുദ്ധരൊപ്പം. സിയോന്റെ വാസം നാം ധ്യാനിക്കണം, ഉത്തരരുഷനെ മോത്തിടണം. ഇവിടുള്ള വീടും ധനങ്ങളെല്ലാം തുണയെനിക്കേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും. അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും. അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. പകയ
പ്രൈസ് ദി ലോർഡ്. തിരുവല്ല IPC പ്രയർ സെന്റർ ഒരുക്കുന്ന ലിവിംഗ് കരിസ്മയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രയർ സെന്റർ പാരമ്പര്യത്തിനല്ല, പ്രാർത്ഥനയ്ക്കും വചനത്തിനും വിശുദ്ധിക്കും ആരാധനയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നു. യുവതലമുറയെ നേർവഴിയിൽ നടത്തുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പാസ്റ്റർ രാജു പൂവക്കാല ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും. ദൈവവചനം കേൾക്കുവാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. തിരുവല്ല IPC പ്രയർ സെന്റർ സഭയൊരുക്കുന്ന ലിവിംഗ് കരിസ്മ അനേകർക്ക് അനുഗ്രഹമായിരിക്കുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് പ്രാർത്ഥനാ ചങ്ങലയാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ദൈവമക്കൾ ഇതേ സമയത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നു. ആളുകൾ ഞങ്ങളുടെ ടെലിഫോണിൽ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷത്തിന് കാരണമായി തീരുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ തിരുവല്ലയിലുണ്ട്. 100 കണക്കിന് ആളുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് കഴിയാത്ത യാതൊരു കാര്യമില്ല. പണത്തിന് കഴിയാത്തത് ദൈവത്തിന് കഴിയും. പണത്തിന് കഴിയാത്തത് സമാധാനവും സന്തോഷവും ദൈവത്തിൽ തരാൻ കഴിയും. അസ്വസ്ഥരായ നിങ്ങൾക്ക് സ്വസ്ഥത തരുവാൻ ദൈവത്തിന് കഴിയും. ജീവിതം നശിപ്പിക്കാനുള്ളതല്ല, ജീവിതം ജീവിക്കാനുള്ളതാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. ദൈവം നമ്മളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോഴാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. ഹാനോക്ക് ദൈവത്തോട് 300 സംവത്സരം നടന്ന പോലെ ദൈവത്തോട് നടക്കുന്ന കൊച്ചായുസ്. ദൈവത്തോട് നടക്കുമ്പോൾ ഇന്ന് വരെ കാണാത്ത അറിയാത്ത നന്മയുടെ വഴികൾ ദൈവം തുറക്കി നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ മാനിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ദിവസം നമ്മൾ ചിന്തിച്ചു വരുന്ന ദൈവത്തിന്റെ വചനം റോമാലേഖനം 8-28 വാക്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിന്റെ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്ക് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എല്ലാം നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചിന്തിച്ചത് നവോമ്മയുടെ ഭവനത്തിൽ 3 ആൺതുണകളും മരിച്ചു. അതിനകത്ത് ദൈവത്തിന്റെ പദ്ധതി എന്താണ് ഞാൻ പറഞ്ഞു. 10ാം തലമുറയ്ക്ക് പോലും അടുക്കാനായി ഇസ്രായേൽ മക്കളും അടുക്കാൻ കഴിയാത്ത മോവാബ് സ്ത്രീയെ രൂത്തിനെ യേശു ക്രിസ്തുവിന്റെ വെല്ലുമ്പച്ചാക്കി തീർക്കണമെങ്കിൽ ആ വീട്ടിൽ 3 മരണം സംഭവിച്ചെന്ന് ഇറക്കിയുള്ളൂ. 3 പേരെ മരണം ദൈവപ്രവൃത്തി ആ വീട്ടിൽ വെളിപ്പെടുത്തുവാനിടയായിരുന്നു. അവിടെ ഭാഗ്യവശാൽ അവൾ ബോവസിന്റെ വയലിൽ ചെന്ന് ചേർന്നു. ബോവസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. ബോവസിന്റെ വയലിലുള്ള 10 വിധ പ്രൊട്ടക്ഷനാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. ഒന്നാമതായി, പൊറുക്കുവാനും വേറെ വയലിൽ ബോവസ് വിടുന്നില്ല. അവന്റെ വയലിൽ തന്നെ അവളെ നിലനിർത്തുകയാണ്. പല ആളുകളും വയലുകൾ മാറി മാറി ഓടുന്നവരാണ്. വയലുകൾ മാറി മാറി ഓടും. ഈ ആഴ്ച ഒരു സഭയിലാണ്, അടുത്ത ആഴ്ച വേറൊരു സഭയിലാണ്. സ്വസ്ഥതയില്ല. സഭകളെ മാറി മാറി ചാടുന്നവരുണ്ട്. ഇക്കരെ നിൽക്കുമ്പോൾ ഒന്നും അക്കരെയാണെന്ന്. പക്ഷെ ഓർക്ക, ഈ വയലിൽ നിനക്ക് എല്ലാം ദൈവം കരുതി. നീ നിൽക്കുന്ന വയലിൽ നല്ല ബോവസ് ഉണ്ട്. ആ ബോവസ് നിനക്ക് വേണ്ടി എല്ലാം കരുതുന്നവനാണ്. നിനക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ആ വയലിലുണ്ട്. രണ്ടാമതായി, ഇവിടെയും വിടുകയും വേണ്ട. ഇവിടെ നീ പിടിച്ചു നിന്നാൽ ദൈവം നിന്നെ മാനിക്കും. മൂന്നാമതായി, ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തിൽ ആരും തൊടാതെ വണ്ണം നല്ല ബോവസിന്റെ പ്രൊട്ടക്ഷൻ നിന്റെ മേലുള്ള. 4, നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കറിയിച്ച് ബാല്യക്കാർ കോരി വെച്ച് കുടിച്ചുകൊള്ളുക. ഈ വയലിലുള്ള 4ാമത്തെ പ്രത്യേകതയാണ് കുടിക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. ആത്മാവിൽ നീ ദാഹിക്കുമ്പോൾ നിനക്ക് വേണ്ടതെല്ലാം ഈ വയലിലുണ്ട്. കുറച്ചു നേരം പെറുക്കി കഴിയുമ്പോൾ ദാഹിക്കുമെന്ന് ബോവസിന് അറിയാം. അതുകൊണ്ട് അവൾ ദാഹം മാറ്റാനുള്ള വെള്ളം വരെയും ദൈവം അവൾക്ക് വേണ്ടി ബോവസിനെ കൂടെ കരുതുകയാണ്. 10ാം തലമുറ അടുക്കാൻ യോഗ്യതയിലായിരുന്ന മോവാബ് സ്ത്രീ ദൈവത്തെ മാത്രം വിശ്വസിച്ച് ആശ്രയിച്ച് വന്നിരിക്കുമ്പോൾ അവൾക്ക് വേണ്ടതെല്ലാം കൊടുക്കേണ്ട ദൈവത്തിന്റെ പദ്ധതി ബോവസിനെ കൂടെ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. തന്റെ ബാല്യക്കാരോട് കൽപ്പിക്കുകയാണ് അവൾക്ക് വെള്ളം കൊടുക്കാനായിട്ട്. നിനക്ക് വേണ്ടതെല്ലാം കൊടുക്കാൻ ബോവസിന്റെ കയ്യിലുണ്ട്. കുടിക്കാനുള്ള വെള്ളം അവരുടെ കയ്യിലുണ്ട്. 5ാമത്തെ കാര്യം, 12ാമത്തെ വാക്ക്, ദൈവമായ യഹോവയുടെ ചെറുനും കീഴെ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകും. അവൾ മനുഷ്യരെ കണ്ടിറങ്ങിയതല്ല. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചെറുകിന്റെ കീഴിൽ അവൾ അഭയം പ്രാപിച്ചു വരിക. ചെറുകിന്റെ കീഴിൽ അഭയം പ്രാപിച്ച് വരുന്നവരെ പോറ്റേണ്ടത് ചിറകിന്റെ ഉടമസ്ഥനാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ നമ്മുടെ നാട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന കോഴികളെ ഞാൻ ഓർക്കാറുണ്ട്.
പുള്ള ഒക്കെ ആകാശം പറന്നുപോയി ശബ്ദം ഉണ്ടാക്കുമ്പോൾ തള്ളക്കോഴി ഒരു ശബ്ദം പുറപ്പെടുകയും ശബ്ദം കേൾക്കുമ്പോൾ കോഴി കുഞ്ഞുങ്ങൾ ഓടി വരികയും ഓടി വരുന്ന കോഴി കുഞ്ഞുങ്ങളെ എല്ലാം ആ കോഴിയുടെ ചെറുകിന്റെ കീഴിൽ ഒളിപ്പിക്കുന്നതായിട്ടുണ്ട്. എത്ര കോഴിക്കുഞ്ഞുണ്ടെങ്കിലും ഒറ്റ ശബ്ദത്തിനകത്ത് ഈ കുഞ്ഞുങ്ങളെല്ലാം ചെറുകിന്റെ അകത്ത് ഒതുങ്ങുകയാണ്. ഒരു കോഴിക്കുഞ്ഞുപോലും വെളിയിൽ കണ്ടില്ല. എല്ലാ കോഴിക്കുഞ്ഞും ചെറുകിന്റെ കീഴിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിരന്നി എന്ന് തീറ്റിയിരുന്ന കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലും ഈ ശത്രുവിന്റെ പോരാട്ടം ഉണ്ടായി എന്ന് തള്ളക്കോഴിയിൽ നിന്ന് സൗണ്ട് കേട്ട് കഴിയുമ്പോൾ എല്ലാം ഓടി വരുമ്പോൾ തള്ളക്കോഴി ചിറക് വിടർത്തി നിൽക്കുകയാണ്. എല്ലാം കൂടെ ഓടി വന്ന് ചെറുകിന്റെ കീഴിൽ വന്ന് കയറുകയാണ്. എല്ലാം കൂടെ ഒതുങ്ങിയാലും ഒരു കോഴിക്കുഞ്ഞു പോലും വെളിയിൽ കാണുന്നില്ല, എല്ലാം എൻ്റെ അകത്താകും. എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, എങ്ങനെ ഇത്രയും കോഴിക്കുഞ്ഞുങ്ങൾ ഈ ചെറുകിന്റെ കീഴിൽ വന്ന് അഭയം പ്രാപിച്ചു. എല്ലാം ഒന്നുപോലും പുറത്തില്ലാതെ ഇത്രയും കോഴി 10, 15, 20 ആണെങ്കിലും എല്ലാം ഇതിനകത്ത് അങ്ങ് ഒതുങ്ങി നിൽക്കുന്നു. ആ ചിറകിന്റെ വലുപ്പമാണ്, ചിറകിന്റെ ആ വിശ്രമ സ്ഥാനമാണ്. കോഴിക്കുഞ്ഞിന് വേണ്ടി തള്ളക്കോഴി തന്റെ ചിറക് എത്രമാത്രം വിരിച്ച് ശത്രുവിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുമെങ്കിൽ ഈ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ ചെറിയന്റെ കീഴിൽ ആശ്രയിച്ച് വന്ന രൂത്തെ നിന്നെ അവൻ എന്തുമാത്രം അനുഗ്രഹിക്കും. പല ആളും നിസ്സാര കാര്യങ്ങൾ വരുമ്പോൾ അങ്ങ് ഡൗൺ ആയി പോവുകയും നിരാശപ്പെടുകയും ചെയ്യാറുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറക് എത്ര വലിയ ചിറകാന്നറിയാമോ? നിന്നെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. നീ ജനിച്ചപ്പോഴും മുതൽ ഇന്ന് വരെ നിന്നെ പരിപാലിച്ച ദൈവം. ഞാൻ പലപ്പോഴും കൺവെൻഷനൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരും. പ്രാർത്ഥന കഴിയുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, പാസ്റ്ററെ മറുപടി കിട്ടുമോ? ദൈവം കാര്യം സാധിപ്പിക്കുമോ? നടക്കുമോ? അപ്പൊ ഞാനിവിടെ പറയുന്നൊരു ചോദ്യമുണ്ട്, എത്ര വയസ്സായി? 40 വയസ്സായി. ഞാൻ ചോദിക്കും, 40 വയസ്സ് വരെ ആരാ നടത്തി? അവർ വരും ദൈവമോ? നമ്മൾ 40 വയസ്സിലെ ദൈവം നടത്തിയെങ്കിലും 41 വയസ്സ് ദൈവം നടത്താൻ ശക്തനല്ലേ? അപ്പൊ അവർക്ക് ബോധം ഉണ്ടാവും, ശരിയാ ദൈവം നടത്തും. സഹോദരങ്ങളെ, ഇന്നലെ വരെ ദൈവം നടത്തിയെങ്കിൽ ആ ദൈവം നാളെ നടത്താൻ ശക്തനല്ലേ? എന്തിനാ ദൈവത്തിൽ അവിശ്വസിക്കുന്നേ? വാ കീറിയവന് ഇര തരാനും ശക്തനല്ലേ? അതിന്റെ അർത്ഥം ഭാരമില്ലെന്നോ വേദനയില്ലെന്നോ രോഗമില്ലെന്നോ അല്ല എൻ്റെ അർത്ഥം. ഞാൻ ഈ TV മിസ്റ്റിക്കൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി വചന വെളിപ്പാടുകളെ പറയുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളെ സാന്ത്വനിപ്പിക്കാൻ കൂടിയാണ്, നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കൂടിയാണ്, നിങ്ങളെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ഒരു വാക്ക് മതിയാ നിങ്ങളെ ഒന്ന് ബലപ്പെടുത്താനാണ്, നിങ്ങളെ ശക്തിപ്പെടുത്താനാണ്. പല ആളുകളും വാക്കുകളെ പറഞ്ഞ് മനുഷ്യനെ കീറി മുറിക്കും. ഒരിക്കലൊരു സഹോദരന് പറഞ്ഞു, ഈ ഭർത്താവ് എന്നെ ഒരു കത്തി കൊണ്ട് കുത്തിയിരുന്നെങ്കിൽ ചോര വരുമെന്നുള്ള ഞാൻ സഹിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്ക് എൻ്റെ ജീവിതത്തിൽ ചോര വന്നുകൊണ്ടേയിരിക്കുക. എന്നെ മുറിപ്പെടുന്ന വാക്കുകളാ പറയും. ചെറിയ ആളുകൾക്ക് വാക്കുകൊണ്ട് മനുഷ്യനെ മുറിക്കാൻ കഴിയും. കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാൾ ഭയങ്കര ശക്തിയാണ് വാഗുകൊണ്ട് പറയുന്ന വാക്കുകൾക്ക്. ശ്രദ്ധിക്കണം ദൈവമക്കളെ, നമ്മുടെ വാക്കുകൊണ്ട് ആരെ മുറിക്കാനിടയാകാതെ, നമ്മുടെ വാക്കുകൊണ്ട് മറ്റു താങ്ങാനിടയാകും. നീ പറഞ്ഞ വാക്ക് മനുഷ്യൻ ഓർത്ത് നിന്നെ ശപിക്കാനിടയാകാതെ, അവരെ ശാപം നമ്മളെ കിടക്കാനിടയാകാതെ. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ കഴിയത്തില്ല, തിരിച്ചു വരത്തില്ല. അത് പോയതാ. നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉപ്പിന് രുചി വരുത്തുന്നതായിരിക്കണം. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ സംസാരിക്കുമ്പോൾ തമ്മിൽ കുറ്റപ്പെടുത്തി സംസാരിക്കല്ലേ. പല വീട്ടിലും നിന്റെ വീട്ടുകാരങ്ങനെ, എന്റെ വീട്ടുകാരിങ്ങനെ, നിന്റെ വീട് ചെറുതാ, എന്റെ വീട് വലുതാ, നിങ്ങൾക്ക് പണമുണ്ട് ഞങ്ങൾക്ക് പണമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ചീപ്പായ സംസാരങ്ങളൊന്നും സംസാരിക്കരുത്. മറ്റുള്ളവരെ ബഹുമാനിക്കണം, റെസ്പെക്ട് കൊടുക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയണം. കർത്തൃദാസന്മാരെ ബഹുമാനിക്കണം, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ബഹുമാനിക്കാൻ തയ്യാറാക്കണം, അയൽവക്കാരെ ബഹുമാനിക്കണം. വാക്കുകൾ പറഞ്ഞ് ചില ആളുകൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവക്കാരുണ്ട്, കീറി മുറിച്ച് സംസാരിക്കുന്ന സ്വഭാവക്കാരുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്കോട് ദുഃഖം വരുന്ന വാക്കുകളാണ് വായിന്ന് വരുന്നത്, നിരാശപ്പെടുത്തുന്ന വാക്കുകളെ. നിന്റെ വായിന്ന് വരുന്ന വാക്കുകളിൽ ഉപ്പിന് രുചി വരുത്തുന്നത് മറ്റുള്ളവർക്ക് തടിപ്പിക്കുന്നതായിരിക്കണം. ദൈവത്തിന്റെ ചെറുകന കീഴിൽ നിന്ന് അഭയം പ്രാപിച്ച നിനക്ക് അവിടെ സംരക്ഷണമുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. നിനക്കവിടെ എല്ലാ ദൈവം തരും, കരുതി വെക്കും.
അതിന്റെ വ്യക്തമായ തെളിവല്ലേ ഇസ്രായേൽ മക്കളെല്ലാം കൂടി ഏകദേശം 30,000 പേര് ദൈവത്തെ ചെറുകന്റെ കീഴിലെ മോശയുടെ വാക്കുകൾ അവർ ഇറങ്ങിയല്ലേ. 40 വർഷക്കാലം ദൈവം മരുഭൂമിയിൽ അവര് ചിറക് പിരിച്ചു. പകൽ മേഘസ്തംഭം, വേരുകൊണ്ടില്ല. രാത്രി അഗ്നിസ്തംഭം. അവർക്ക് വട്ടം കൊടുത്തു. ഭക്ഷിപ്പാൻ ചെറുകന്റെ കീഴിൽ നിന്ന് അവർക്ക് മന്ന, കുടിക്കാൻ തീക്കൽപ്പാറയിലെ വെള്ളം, ആരുടെ ആഴങ്ങളിൽ നിന്ന് ലിവ്യാതെ തലയെ തകർത്ത് കാടപ്പക്ഷി. അവർ വസ്ത്രം മുഷിഞ്ഞു പോയില്ല, വസ്ത്രം ദ്രവിച്ചു പോയില്ല, ചെരുപ്പ് തേഞ്ഞു പോയില്ല. അവർക്ക് വേണ്ടത് എല്ലാം ദൈവം കരുതി. സർപ്പത്തിന് കടിയേറ്റപ്പോൾ പിച്ചസർപ്പത്തെ ഉയർത്തി അവരെ സൗഖ്യമാക്കി. വെള്ളം കയ്പായപ്പോൾ മധുരമായ വെള്ളം അവർക്ക് കൊടുത്തു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിച്ച് നീ ഇറങ്ങുമ്പോൾ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിസ്സാര കാര്യങ്ങൾ വരുമ്പോൾ ഡൗണായി പോകാതെ ഇന്നത്തെ ശുശ്രൂഷയിൽ ആന്റി അങ്കിളെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഏതു കാര്യത്തിലാണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത്, ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി നിന്നെ ധൈര്യപ്പെടുത്തുകയാണ്. പേടിക്കണ്ട. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ നിനക്കെല്ലാ സംരക്ഷണവുമുണ്ട്. രൂത്തേ, ബോബസ് പറയുന്നു, നീ ദൈവത്തെ ആശ്രയിച്ചു, നീ അമ്മായിമ്മയെ ആശ്രയിച്ച് വന്നതല്ല. ആശ്രയിക്കുക ഭർത്താവില്ല. ഞങ്ങൾക്ക് ഭർത്താവ് മരിച്ചുപോയ ഒരു ആന്റിയോട് ഞാൻ പറഞ്ഞു, ഭർത്താവേ മരിച്ചുള്ളൂ, കർത്താവ് മരിച്ചിട്ടില്ല. ഒന്നുകൂടെ വീണ്ടും പറയുന്നു, ഭർത്താവേ മരിച്ചിട്ടുള്ളൂ, കർത്താവ് മരിച്ചിട്ടില്ല. ഭർത്താക്കന്മാർ മരിക്കും, ഭാര്യമാർ മരിക്കും, കർത്താവ് മരിക്കുന്നില്ല. അവൻ നിത്യശക്തിയാണ്. എല്ലാ വഴിയും അടയുമ്പോൾ ദൈവത്തിന്റെ വഴികൾ തുറക്കുന്നത് ഇന്ന് ആത്മാവിൽ കാണണം. യഹോവയായ ദൈവത്തിന്റെ ചെറിയ കീഴിലാണോ അഭയം പ്രാപിച്ച് വന്നിരിക്കുന്നത്, നിനക്ക് വേണ്ടതെല്ലാം തരാൻ ദൈവശക്തനാണ്. 6ാമത്തെ കാര്യം, വന്ന് ഭക്ഷണം കഴിക്കുക. കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നതിന് ബോവസ്. തീർന്നില്ല, കഷണം ചാറിൽ മുക്കാൻ അനുവദിക്കുന്ന ബോവസ്. അവന്റെ കൂടെ ഭക്ഷണം കഴിക്കുവാൻ. നിന്റെ വയറ് കാലിയെ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ലെന്നാ പറഞ്ഞത്. പട്ടിണി കഴിയുന്നവനല്ല. മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ട 3 കാര്യങ്ങളാണ്. 1 ആഹാരം, 2 വസ്ത്രം, 3 പാർപ്പിടം. ഏദൻ തോട്ടത്തിൽ 3 കാര്യങ്ങൾ ഒരുക്കിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പാർക്കാൻ മനോഹരമായ ഏദൻ തോട്ടം. 2 ഭക്ഷിപ്പാൻ ഏദൻ തോട്ടത്തിലെ കായ്കനികൾ. 3 അവർ ഉടുപ്പിക്കാൻ തേജസ്സിന്റെ വസ്ത്രം. ഏത് മനുഷ്യനും ഈ 3 കാര്യങ്ങളെയും ഒരുക്കും. നിനക്ക് ആഹാരമില്ലയോ, ആഹാരം അവൻ തരും. വസ്ത്രം അവൻ തരും. പാർപ്പിടം അവൻ തരും. കരയുന്ന കാക്കങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതല്ലേ നമ്മുടെ ദൈവം? മൃഗജാലങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് നമ്മളാണോ? വായിലെ പറവകൾക്ക് ആഹാരം കൊടുക്കുന്നത് നമ്മളാണോ? ഏതെങ്കിലും മൃഗങ്ങളോ ഏതെങ്കിലും പറവകളോ ആഹാരമില്ലാത്തതായി ചത്തുപോയിട്ടുണ്ടോ? അതിനെല്ലാം തീരെത്തിക്കുന്ന ദൈവമാണ്. ആത്മാവില്ലാത്ത മൃഗങ്ങൾക്കും ആത്മാവില്ലാത്ത പറവകൾക്കും തീരെത്തിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ആത്മാവുള്ള, ബുദ്ധിയുള്ള, അറിവുള്ള, കഴിവുള്ള, ജ്ഞാനമുള്ള പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിന്നെ ദൈവം എത്ര അത്ഭുതമായി നടത്തും. നിന്നെ ദൈവം പരിപാലിക്കും. നീ വിശ്വസിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തികളെ തടയാൻ ലോകത്തിന് ശക്തി കഴിയത്തില്ല. ഭക്ഷണം ബോവസ് മാത്രമല്ല, കഷണം ചാറിൽ മുക്കാനുള്ള അനുവാദം അവൻ തരും. അവന്റെ പാത്രം തന്നെ നീ അവൻ കഴിപ്പിക്കുകയാണ്. 7ാമത്തെ കാര്യം, കച്ചവടം ഇടയിൽ നിന്ന് പെറുക്കിക്കൊള്ളുവാൻ അനുവാദം കൊടുക്കുകയാണ്. അവന്റെ ആ കറ്റക്കടയിൽ തന്നെ പെറുക്കുവാൻ അനുവാദം കൊടുക്കുന്നു. കറ്റക്കടയിൽ നിന്ന് പെറുക്കാനായിട്ട് ഇട്ടുകൊടുക്കാനായി അവന് ഭാര്യയോട് കൽപ്പിക്കുകയാണ്. അവൾക്ക് ഫ്രീ ആയി കൊടുത്തു വിടുകയല്ല. നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യുകയാണ്. ചില ആളുകൾ പറയുന്നത്, ദൈവം എല്ലാവരും നൂലെ കെട്ടി ഇറക്കി എന്റെ മടിയിലോട്ട് തന്നുകൊണ്ട് ഞാൻ മേടിച്ചോളാം, കൈ കെട്ടിയിരിക്കുക, ജോലി ചെയ്യത്തില്ല, ജോലിക്ക് പോകത്തില്ല, ഒരു കാര്യം ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, പാടത്തില്ല, ആരാധനയ്ക്ക് പോകത്തില്ല. ദൈവം നൂലെ കെട്ടി ഇറക്കട്ടെ എന്നിട്ട് ചോദിക്കും, ദൈവം ഉണ്ടോ? ദൈവം എനിക്ക് വേണ്ടി എന്താ ചെയ്യുന്നു എന്നൊക്കെയാ ചോദിക്കുന്നത്. കുഞ്ഞെ ബോവസ് കറ്റക്കടയിൽ നിന്ന് നിനക്ക് പെറുക്കാനുള്ളതെല്ലാം ഇട്ട് തരാനാണ് ഭാര്യകൾ പറഞ്ഞു. നീ ഇറങ്ങി പെറുക്കണം. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുമ്പോൾ
ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യുകയാണ്. മലക്കടൽ കൽപ്പിക്കുന്നു പെറുക്കിയിടാനായിട്ട്. അവളോട് പറയുന്നു കറ്റക്കടയിൽ പെറുക്കിക്കോ. 8ാമത്തെ കാര്യം, അവളെ ഉപദ്രവിക്കരുത്. വീണ്ടും ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, അവളെ ഉപദ്രവിക്കരുത്. അന്യജാതിയിൽ വന്ന അവളെ തുടരില്ലെന്ന് വീണ്ടും കൽപ്പന കൊടുക്കുകയാണ്, അവളെ ഉപദ്രവിക്കരുത്. 9, കറ്റകളിൽ നിന്ന് വലിച്ചുട്ടാക്കണം എന്ന് വീണ്ടും പറയുന്നു വലിച്ചുട്ടാക്കണം. 10ാമത്തെ കാര്യം, അവളെ ശകാരിക്കരുത്. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഓർക്കുകയായിരുന്നു, എത്ര വലിയ പ്രൊട്ടക്ഷനാണ് ബോവസ് ഈ രൂത്തിന് കൊടുക്കുന്നത്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ കരുതൽ അതേറ്റവും മേത്തനമായതാണ്, അതേറ്റവും മനോഹരമായതാണ്. ശ്രദ്ധിക്കുക, ഇപ്രകാരം കരുതൽ പ്രാപിച്ച ഈ പെൺകുട്ടിക്ക് വേണ്ടി ഏറ്റവും ഒടുവിൽ ബോവസിന്റെ ഭാര്യ തീരാനുള്ള ഭാഗ്യം അവൾക്കുണ്ടാകുകയാണ്. അവൾ ബോവസിന്റെ ഭാര്യയായി തീർന്ന് ഇതിനെല്ലാം അവൾ അധിപതിയായി അവൾ മാറുകയാണ്. ദൈവത്തിന് വേണ്ടി തന്നിടമായി ഇറങ്ങുന്ന ദൈവത്തിന്റെ പൈതലിനെ മാനിക്കുവാൻ ദൈവശക്തനായ ദൈവമാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സൽമോ രാഹബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. സൽമോ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. പ്രത്യേകമായി നിയമത്തിൽ എഴുതുമ്പോൾ പരിശുദ്ധമായി വിട്ടുപോകുന്നില്ല. ബോവസ് പ്രത്യേകിക്കുന്നു, ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചെന്ന് എഴുതിയാൽ മതി. പക്ഷേ പരിശുദ്ധമായി വിട്ടുപോകാതെ എഴുതുകയാണ്, രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. എന്താ പരിശുദ്ധമായി എടുത്തരാൻ കാര്യം? 10ാം തലമുറയ്ക്ക് പോലും അടുക്കാൻ യോഗ്യതയില്ലാതിരുന്ന ഈ രൂത്തിൽ കൂടെയാണ് ദാവീദിന്റെ വല്യപ്പച്ചനെ ജനിപ്പിച്ചത്. ഇശായിയെ ജനിപ്പിക്കാൻ കാരണമായി തീർന്നത് ഈ വംശാവലിയിലാണ്. എന്ന് പറഞ്ഞാൽ ദാവീദിൽ കൂടാണ് യേശുക്രിസ്തു, നമ്മൾ വംശാവലി പഠിക്കും മനസ്സിലാകുന്നത്, യേശുക്രിസ്തുവിന്റെ വല്യമ്മച്ചിയാകാനുള്ള ഭാഗ്യം രൂത്തിനുണ്ടായി. അതിന്റെ കാരണം ആ വീട്ടിൽ നടന്ന 3 മരണമാണ്. നമ്മുടെ കുറുവാക്യം മറക്കല്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിന്നെ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി തലമുറകൾ കഴിഞ്ഞാലും നിന്നെ വിട്ടു വന്ന അനർത്ഥങ്ങളെ ദൈവ അനുഗ്രഹമാക്കി മാറ്റുന്നു. നീ മരിച്ചുപോയാൽ തലമുറയ്ക്കകത്തോടൊരു വഴി ദൈവം തുറക്കുന്നു. നീ പോലും ചിന്തിക്കാത്ത നന്മകൾ യേശു ക്രിസ്തുവിന്റെ വലിയ മെച്ചാകാനുള്ള ഭാഗ്യം ഒരിക്കൽ പോലും 10ാം തലമുറയ്ക്ക് അടുക്കാനൊക്കാതിരുന്ന രൂത്തിനുണ്ടാകാനുള്ള കാരണം ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ അവൾ അഭയം പ്രാപിച്ചു വന്നത് കൊണ്ടാണ്. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷ ദൈവമക്കളെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യങ്ങളുടെ പുറകിലും ദൈവത്തിന്റെ പ്ലാനിലും പദ്ധതിയിലും ഉണ്ടെന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കാൻ, ഹൃദയം തുറന്ന് ചിന്തിക്കാൻ, ബുദ്ധി ഒന്ന് വികസിക്കുവാൻ, ആത്മാവിൽ നിന്ന് കാണുവാൻ ദൈവം സഹായിക്കട്ടെ. വീട്ടിൽ സംഭവിച്ച മരണമോ ദുഃഖമോ ഭാരമോ അപകടമോ ആപത്തോ എല്ലാം അതിന്റെ അപ്പുറത്തുള്ള ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിരാശപ്പെട്ട പോകല്ലേ, ഡൗൺ ആകാതെ ദൈവത്തോട് പറ, കർത്താവേ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കാക്കി നീ മാറ്റണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുകയാണ്. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ കർത്താവേ, എന്റെ ദുഃഖങ്ങളെയെല്ലാം ഭാരങ്ങളെയെല്ലാം മാറ്റി നന്മയാക്കണമെന്ന് നീ കരഞ്ഞ് പ്രാർത്ഥിക്കുമോ? ദൈവത്തിന്റെ പ്രതി ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുള്ള ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒരുമിച്ച് ചേർന്ന് ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. 10 വിധ പ്രൊട്ടക്ഷൻസ് രൂത്തിന് വേണ്ടി ബോവസിൽ കൂടെ ഒരുക്കിയതുപോലെ ജനത്തിന് കൊടുക്കേണ്ട എല്ലാ പ്രൊട്ടക്ഷനും നീ കൊടുക്കണമേ. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാമെന്ന് ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം മുറുകെ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ പ്രവർത്തിക്കാൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ശാരീരികമായും മാനസികമായും ആത്മീയമായും ഭൗതികമായും കർത്താവിന്റെ വിടുതൽ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അനുഗ്രഹത്തിന്റെ വാർത്ത കേൾക്കാൻ പയ്യനെ സഹായിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനങ്ങളെ അഴിക്കണമേ.
കെട്ടുകളെ പൊട്ടിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെ ശാന്തമായ കട്ടെ എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ദൈവം നിങ്ങളിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ ഞായറാഴ്ച തിരുവിഴായി നടക്കുന്ന IPC പ്രേസന സഭയുടെ ആരാധനയിലേക്ക് ഞങ്ങൾ ഹൃദയമായി ക്ഷണിക്കുന്നു. 8 മണിക്ക് ആരംഭിക്കുന്ന ആരാധന 11 വരെ തുടരുന്നതാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പ്, ശക്തമായ വചന ശുശ്രൂഷ, നല്ല അനുഭവ സാക്ഷ്യങ്ങൾ, കർത്തൃമേശ എല്ലാവർക്കും വേണ്ടി അവിടെ ദൈവം ഒരുക്കിയിരിക്കുന്നു. എല്ലാ ജാതി മതസ്ഥരെയും വിവിധ സഹോദരി പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഒരു ആത്മീയ ആരാധന കൊതിക്കുന്നെങ്കിൽ നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരാം. ഏത് സമയത്ത് നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. നിങ്ങളെ വിളിക്കാനും മറക്കരുത്. പ്രാർത്ഥന വിഷയം അറിയിക്കാനും മറക്കരുത്. പ്രയർ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക്, ഞായറാഴ്ച 4:30 നടക്കുന്ന ഇംഗ്ലീഷ് സർവീസിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ തിരുവല്ലയിൽ കടന്നു വരിക. പ്രാർത്ഥനയെ സഹായിക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുക. ഞങ്ങളെ വിളിക്കാൻ മറന്നു പോകല്ലേ. യൂട്യൂബിൽ കൂടെ ഞങ്ങളുടെ മെസ്സേജുകൾ കേൾക്കാനും കഴിയും. വാട്സാപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥന അറിയിക്കാനും മടിക്കരുത്. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഇമെയിലിൽ കൂടെ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളെ അറിയിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ മധ്യ തിരുവിതാംകൂറിന്റെ ഹൃദയഭാഗമായ തിരുവല്ലയിൽ ജോസീസ് ജംഗ്ഷൻ, പുഷ്പേരി റോഡ്, പ്രയർ സെന്റർ ഹാളിൽ ആത്മീയ സംഗമം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മുതൽ 11:30 വരെ. ഇംഗ്ലീഷ് വർഷിപ്പ് വൈകിട്ട് 4:30 മുതൽ 5:45 വരെ. ഏവർക്കും സ്വാഗതം. മാറാരോഗങ്ങൾ, സാമ്പത്തിക തകർച്ച, തകർന്ന കുടുംബജീവിതം, ആത്മഹത്യ, പ്രശ്നമേതുമാകട്ടെ, യേശുക്രിസ്തുവിൽ കൂടി സമ്പൂർണ്ണ പരിഹാരം. എല്ലാ വെള്ളിയാഴ്ചയും 10:30 മുതൽ 1 മണി വരെ രോഗശാന്തി വിടുതൽ ശുശ്രൂഷ. ദൈവത്തിനും ദൈവവചനത്തിനും പ്രഥമ സ്ഥാനം നൽകുന്നു. പാരമ്പര്യത്തെയല്ല, പത്യോപദേശത്തെ ഉയർത്തുന്നു. വിശുദ്ധ ജീവിതത്തിന് ആഹ്വാനം നൽകുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നു. യുവതലമുറയെ നേർവഴിയിൽ നടത്തുന്നു. പ്രതിസന്ധിയിൽ അകപ്പെട്ടവർക്ക് കൗൺസിലിംഗ് നൽകുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നുവരിക, അനുഗ്രഹം പ്രാപിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട വിലാസം: പാസ്റ്റർ രാജു പൂവക്കാല, IPC പ്രയർ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 90, മഞ്ഞാടി, തിരുവല്ല 1. ഫോൺ നമ്പർ 9847032151, 9744343051, 0469262350. ഇമെയിൽ rajupokala@gmail.com. YouTube ID rajupokala youtube.com.